ഞാൻ ഇന്ന് ഫുട്ബോൾ ക്യാമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകൾ കണ്ടാലോ? ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ചൂട്. ഞാൻ ഈ ഗ്രൗണ്ടിൽ എത്തിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഞാനില്ലേ ട്രൗസർ എടുത്തിട്ടില്ല. ഗ്രൗണ്ടിൽ കളിക്കുമ്പോൾ ട്രൗസർ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്ന് എനിക്ക് പ്രാക്ടീസ് ഉണ്ടായിരിക്കുന്നതല്ല. പിന്നെ പാൻറ്റിട്ട് കളിക്കാമെന്ന് വെച്ചാൽ അത് ശരിയാവില്ല, സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാനിന്ന് എല്ലാം വാച്ച് ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ബോൾ ബോയ് ആകുകയാണെന്ന്, അത്ര തന്നെ. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നെ പറ്റി? നല്ല പ്ലെയറാണ്. അതാട്ടോ കേരള പ്ലെയർ. ഒന്നുമില്ല, വേൾഡ് കപ്പ് അടിക്കോ നമുക്ക്? എന്ത് വേൾഡ് കപ്പ്? വേൾഡ് കപ്പാ? വേൾഡ് കപ്പ് അടിക്കണം ചോദിക്കുന്നത്. വേൾഡ് കപ്പ് കളിക്കും ഞാൻ വേണമെന്ന് വെച്ചിട്ടല്ല ട്രൗസർ എടുക്കാതെ ഇരുന്നത്. പെട്ടെന്ന് ബസ്സിന് സമയമായപ്പോൾ മറന്നുപോയി. ഞാൻ എൻ്റെ ബാഗിൽ വെച്ചു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആ സമയത്ത് ഇവിടെ വന്ന് ബാഗ് ഓപ്പൺ ചെയ്തപ്പോഴാണ് ജേഴ്സി ഉണ്ട്, ട്രൗസർ ഇല്ല. ശുഭം. ഇപ്പോഴോ പണിഷ്മെൻ്റ് കിട്ടി. കോച്ചുമാരെ കാണാതെയാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് അടക്കം എടുക്കുന്നത്. കണ്ടുവച്ചാൽ ചീത്ത പറയും. ശരിക്കും മൂഞ്ചി. എന്തായാലും പൈസയും കൊടുത്ത് വന്നു ബസ്സിൽ. അടപ്പടെല്ലാം മൂഞ്ചി. കുഴപ്പമില്ല. ഇന്ന് ശരിക്കും ഒരു വള്ളിയായ ദിവസമാണ്. ഉച്ച മുതൽ വള്ളിയായിരുന്നു. ഉച്ച വരെ കുഴപ്പമില്ല. ഉച്ചയ്ക്ക് ശേഷം മൊത്തത്തിൽ അലഞ്ഞു എന്ന് പറയാം. മൊത്തത്തിൽ അലഞ്ഞു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നു. എനിക്കും ചെയ്യാൻ തോന്നുന്നു, ബട്ട് ഐ കാൺട്ട്. ഞാൻ എന്തൊരു വിഡ്ഢിയാണല്ലേ. ക്യാമ്പിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതിലും എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ചെറിയ സന്തോഷം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ്. വരുന്ന വഴിക്കൊന്നും ഫുഡ് കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഒരു 1:30 കഴിച്ചതാണ്. ഇപ്പോൾ നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് ക്യാമ്പിലേക്ക് ഇറങ്ങാൻ പറ്റാത്തതും കുറച്ച് ഒരു ആശ്വാസം. അഥവാ ഞാനിപ്പോൾ ഇറങ്ങിയെന്ന് വെച്ചാൽ
പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ വീഴും, മയങ്ങി വീഴും. എന്തായാലും ഇപ്പോൾ കുഴപ്പമില്ല. പ്രാക്ടീസിന് ഇറങ്ങാൻ പറ്റാത്തതിൽ കുറച്ച് ചെറിയ വിഷമവും ചെറിയ സന്തോഷവും. ദാറ്റ്സ് ഓൾ. എന്നാലും അവർ ചെയ്യുന്നത് കാണുമ്പോൾ ചെയ്യണമെന്നൊരാഗ്രഹം എനിക്കുമുണ്ട്. ബാക്കിലില്ലേ നായകൾ കടികൂടുകയാണ്. എവിടെ? മറ്റേ നാടൻ നായ്ക്കളില്ലേ, അവരെന്തോ തേങ്ങാപ്പൂള് കിട്ടി അതിനു വേണ്ടി രണ്ടുപേരും കൂടി അടിയുണ്ടാക്കുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്. എങ്ങാനും മേലേക്ക് ചാടിയാലേ